ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫീൽസ് ആൻഡ് ട്രീൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എൻ്റെ ഫാമിലെ 10 മണി ചെടികളും അതിന്റെ കുറച്ച് കെയറിംഗ് ടിപ്സ് ഒക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ ഫീൽസ് ആൻഡ് ട്രീൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം 10 മണിയാണല്ലോ. വേനൽ സമയത്ത് നമ്മുടെ ഗാർഡനിൽ ഒരു പ്രത്യേക തരം അട്രാക്ഷൻ തരുന്ന ഒരു ചെടിയാണ് ഈ 10 മണി ചെടി. ഇതിന് ടേബിൾ റോസ് എന്നും പേരുണ്ട്. നമ്മുടെയൊക്കെ ഫാമിൽ കൂടുതൽ കണ്ടുവരുന്നത് പോർട്ടുലഗയും പെർസിലൈൻ അങ്ങനെയൊക്കെയാണ്. ഇലകൾ കൂടുതലായിട്ട് ഇരിക്കുന്നത് പോർട്ടുലഗയും, അതേപോലെ പറന്ന ഇലകൾ പെർസിലൈൻ ആണ്. ഇവിടെ എന്റെ ഫാമിൽ പോർട്ടുലഗയുടെ 10 മണി ചെടിയാണ് കൂടുതലുള്ളത്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, റെഡ്, യെല്ലോ, പിങ്ക്, വൈറ്റ് അങ്ങനെയൊക്കെ. അത് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ ചെടി പിടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതേപോലെ ഇത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് കെയറിംഗ് ടിപ്സ് ഷെയർ ചെയ്യാം. 10 മണിയുടെ വിത്തോ തണ്ടോ നടാൻ ഉപയോഗിക്കാം. വിത്ത് നടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം തണ്ട് നടുന്നതേക്കാളും. വളർച്ച എത്തിയ ഒരു ചെടിയുടെ ആരോഗ്യമുള്ള തണ്ട് മുറിച്ചെടുത്ത് നടാം. ഇങ്ങനെ കിട്ടിയ തണ്ട് കുറച്ചു നേരം സ്യൂഡോമോണാസ് ലേനി മുക്കി വെച്ച ശേഷം ഇതിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫംഗൽ ഇൻഫെക്ഷൻസ് പ്രൊട്ടക്ട് ചെയ്യാം. ചെടിക്ക് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി ഫ്ലവേഴ്സ് തരും, അതേപോലെ പെട്ടെന്ന് വളരും. 10 മണി ഒരു സക്യുലന്റ് പ്ലാന്റ് ആണ് എന്ന് വെച്ചാൽ വെള്ളം ഇതിന്റെ ഇലകളിലോ തണ്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇതിനെ 2 ദിവസം കൂടി വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം കിട്ടിയാൽ ഇത് ചീഞ്ഞ് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നഴ്സറിന്ന് ചെറിയ ചട്ടിയിൽ കിട്ടുന്ന ഒരു 10 മണി ചെടിയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ഒരു വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലേക്ക് മാറ്റി നടണം. കാരണം അതിൽ വെള്ളം ഇറങ്ങി പോവാൻ സാധ്യത കുറവാണ്. ഇൻ കേസ് നമ്മൾ അതിനെ നനയാൻ മറന്നുപോയാൽ അത് ചീത്തയായി പോകും. നല്ല ഇളകിയിരിക്കുന്ന മണ്ണിലാണ് 10 മണി ചെടി നടാൻ നല്ലത്. മണ്ണ്, മണല്, ചാണകപ്പൊടി ചേർത്തൊക്കെ ഒരു മിക്സറിൽ നടാം. ഇടയ്ക്കിടയ്ക്ക് ചെടിയുടെ ചോട് ഇളക്കി കൊടുക്കണം. കട്ടിയുള്ള മണ്ണാണെങ്കിൽ പൂക്കളുടെ എണ്ണത്തിന് കുറവുണ്ടാവും, പിന്നെ അതേപോലെ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇതിനെ പ്ലാസ്റ്റിക് ബോട്ടിലോ PVC പൈപ്പിലോ അങ്ങനെയൊക്കെ എവിടെ വേണമെങ്കിൽ നടാം. ഇതിന് ജസ്റ്റ് ചാണകപ്പൊടിയും അല്ലെങ്കിൽ കുറച്ച് എല്ലുപൊടിയുടെ മാത്രമേ ഉള്ളൂ ആവശ്യം വളമായിട്ട്. പൂവിട്ട ചെടിയുടെ തലഭാഗം പറിച്ചു കളയുക, അല്ലെങ്കിൽ അത് മുരടിച്ചു പോകും. പറിച്ചു കളഞ്ഞാൽ അവിടുന്ന് പുതിയ തണ്ട് വരും. കൂടുതലായി ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന മീലി ബഗ്സ് ആണ്. നമുക്ക് ഇതിന് 10 ml ഡിഷ് വാഷിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഈ ചെടിയിൽ സ്പ്രേ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ മീലി ബഗ്സിന്റെ ശല്യം കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഈ ചെടി മണ്ണിൽ നടുമ്പോൾ 1-2 തണ്ട് ഒരു ചട്ടിയിൽ നട്ടാൽ വലിയ മഴ പെയ്യുമ്പോൾ അത് എടുത്ത് മാറ്റി വെക്കാം. മണ്ണിൽ നടുന്ന 10 മണി ചെടിക്ക് കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതേപോലെ മീലി ബഗ്സിന്റെ അറ്റാക്സിന്റെ ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ പല കളറുള്ള 10 മണി ചെടി ഒരു ചട്ടിയിൽ തന്നെ നടുമ്പോൾ പുതിയൊരു കോമ്പിനേഷൻ ഉള്ള ഒരു പൂ വേറെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി നടുമല്ലോ അല്ലേ? നടുമ്പോൾ ഈ ടിപ്സ് ഒക്കെ ഓർത്തിരിക്കുക. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും അഡീഷണൽ ടിപ്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.